വീട്ടിൽ വെറുതെ കിടക്കുന്ന ട്യൂബ് ലൈറ്റ് ഉണ്ടോ, അതുപോലെ തന്നെ സവാള ചാക്കും, അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടെങ്കിൽ ഒക്കെ എടുത്തോളൂ. എന്നിട്ട് എൻ്റെ പിന്നാലെ പോരേട്ട് ഒരു അടിപൊളി ഐഡിയ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം തന്നെ ഈ സവാള ചാക്ക് കട്ട് ചെയ്തെടുക്കണം. നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. കത്രിക ഉപയോഗിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. സവാള ചാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ നെറ്റിൻ്റെ ചാക്കാണ് കേട്ടോ. നെറ്റ് ചാക്ക് ഇത് നമ്മൾ കടയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൽ സവാളയാണ് തോന്നുന്നത് കൊണ്ടുവരിക. അപ്പോൾ അതാണ് ഞാൻ സവാള ചാക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനത് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലെ. ഇനി നമുക്ക് നമ്മുടെ ട്യൂബ് ലൈറ്റ് എടുക്കണം. ട്യൂബ് ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ പീസായ ട്യൂബ് ലൈറ്റ് നമ്മൾ ആക്രിക്കാർക്ക് പോലും കൊടുക്കാൻ പറ്റില്ല. ആ മാതിരിയുള്ള ഇതാണ് ഈ ട്യൂബ് ലൈറ്റ് സംഭവങ്ങളൊന്നും നമ്മൾ പ്ലാസ്റ്റിക് പറക്കുന്നവരും ഒന്നും കൊണ്ടുപോയില്ലല്ലോ. നമ്മളത് വല്ല മൂലക്കലും ഇങ്ങനെ ചാരി വെക്കും. എന്നിട്ടത് പൊടി പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഇതേപോലെ ചുറ്റി നമ്മുടെ ഈ ചാക്ക് കൊണ്ടോ അല്ലെങ്കിൽ ചാക്കുനൂലിൻ്റെ ചാക്ക് ഉണ്ടാവും കേട്ടോ, അങ്ങനെ നൂലിൻ്റെ ചാക്ക്, അതുകൊണ്ടൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കാം. എന്നിട്ട് ബലത്തിന് നമ്മൾ ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് 2-3 റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി. കയറ് കൊണ്ട് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല, റബ്ബർ ബാൻഡ് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. എന്നിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്കതിൽ വെക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ചെടി വേണം. ഞാനിതവിടെ എടുക്കാൻ പോകുന്നത് ഈ മണി പ്ലാന്റ് ആണ് കേട്ടോ. അത് മണ്ണിൽ വെച്ചതുകൊണ്ടാണ് നല്ല വലിയ ലീഫായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ ഇവിടെ നിന്നൊരു പീസ് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഇൻഡോറായിട്ടൊരു പ്ലാന്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഔട്ട്ഡോറായിട്ട് ഇത് ഇങ്ങനെ പടർന്ന് വന്നിട്ട് നമ്മുടെ അപ്പുറത്തെ തച്ചപ്പള്ളിയിലേക്ക് ഇങ്ങനെ വലുതായി അങ്ങോട്ട് പോവുകയാണ്. അപ്പം നമ്മളതിങ്ങനെ ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ അടിപൊളി പ്ലാന്റർ സെറ്റ് ചെയ്യും. അപ്പം ഇത് നല്ല ഭംഗിയാണ്. ഞാൻ കുറേ മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ആ ചെടി ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതങ്ങനെ വാടുകയോ അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് വെള്ളത്തിലും വെക്കാം, അതുപോലെ തന്നെ മണ്ണിലും വെക്കാം. അപ്പം ഞാൻ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിന് ഹോളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ആ ട്യൂബ് ലൈറ്റ് നമ്മൾ ചുറ്റിയെടുത്തതും അതും ഈ ചെടിയും കൂടിയിട്ട് ഒരുമിച്ച് ഞാൻ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇനി അത്യാവശ്യത്തിന് മണ്ണും അതുപോലെ കരിയിലയും ഒക്കെ അതിലേക്ക് നിറക്കാൻ പോകാൻ കേട്ടോ. അപ്പം ഞാനിതൊന്ന് കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അത് മറിഞ്ഞു വീഴും കേട്ടോ. അപ്പോൾ ആ സൈഡിലിരിക്കുന്നുണ്ടല്ലേ, അത് നമ്മളിതുപോലെ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അത് നമ്മൾ ഒരു വടിയുടെ മേലെ നമ്മൾ ചൂടിക്കയറിങ്ങനെ ചുറ്റിയിട്ടാണ് ഇതിൻ്റെ സംഭവം ഉണ്ടാക്കിയത്. ഇത് നമ്മൾ ട്യൂബ് ലൈറ്റിൽ നമ്മുടെ ഈ നെറ്റിൻ്റെ ചാക്കൊണ്ട് സെറ്റ് ചെയ്തിട്ടെടുത്താണ് കേട്ടോ. രണ്ടും നല്ല അടിപൊളിയായിട്ടുള്ളത് തന്നെയാണ്. അപ്പം ഞാൻ ഇതാ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏതെങ്കിലും ഒരു മൂല പോലത്തെ ഭാഗങ്ങളിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റിലേ നമ്മുടെ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ എന്തോൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയപ്പോൾ അത് ഊരി വെച്ചു. പിന്നെ മണ്ണ് നിറക്കാൻ നോക്കിയപ്പോൾ പിന്നെ ഗ്ലൗസ് പിന്നെ ഇടാൻ മടിയായിട്ട് അതങ്ങനെ വെച്ചിട്ടാണ്. പിന്നെ മണ്ണൊന്നും നമ്മുടെ കൈമേലാവാതെയാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ അതിൽ കുറച്ച് കരിയിലയും സംഭവങ്ങളൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഞാൻ മണി പ്ലാന്റിൻ്റെ കുറച്ചും കൂടിയും കട്ടിങ്സ് എടുത്ത് കൊടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ നന്നായിട്ട് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3 പീസാണ് ഞാനിതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഹോട്ടൽ ലുക്കിലുള്ള ഒരു പ്ലാന്ററാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ബോട്ടിൽ നല്ല രീതിയിൽ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് ഇൻഡോറായിട്ടും വെക്കാൻ പറ്റും കേട്ടോ. വെള്ളം കിനിഞ്ഞ് വരാത്തതുകൊണ്ട് തന്നെ നമുക്കതങ്ങനെ ഇൻഡോറായിട്ടും വെക്കാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിന് ഹോൾ ഇട്ടിട്ടില്ലല്ലോ ആ പ്ലാസ്റ്റിക് ബോട്ടിലിന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻഡോറായിട്ടും വെക്കാം. ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് നനച്ചു കൊടുത്താൽ മതി. ഈ മണി പ്ലാന്റ് അങ്ങനെ പെട്ടെന്നൊന്നും വാടി പോകുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഇവിടെ മോൺസ്റ്റർ ഉണ്ട്. മോൺസ്റ്റർ അതേപോലെ തന്നെ നന്നായിട്ട് വള്ളി ഇങ്ങനെ പടർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ചുറ്റിയെടുക്കാം. എന്നിട്ട് ഇതേപോലെ സെറ്റാക്കി അതിനെ നല്ല പടർന്നു പോകുന്ന വള്ളികളൊക്കെ അതിൻ്റെ മേലെ തന്നെ ചുറ്റി സെറ്റ് ചെയ്ത് കെട്ടി വെച്ച് അത് അതിൻ്റെ മുകളിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോളും. അപ്പോൾ നമ്മൾ 2 പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയല്ലേ കാണാൻ. നല്ല ഇപ്പോൾ ഈ ഒരു സവാളുടെ ചാക്കോണ്ട് ഇത് ചെയ്ത് വെച്ചിട്ടൊരു ബോറൊന്നുമില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ നമ്മൾ ആ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മൂടിയുടെ ഭാഗം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഇത് വേറൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മൂടിയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിതാ അതേപോലൊക്കെ ഒന്ന് നൂലൊക്കെ ഇട്ട് കെട്ടി പൂക്ക് ചട്ടി പോലെ സെറ്റ് ചെയ്ത് ഒരു കമ്പിയൊക്കെ ഇട്ട് കൊളുത്തി
എന്നിട്ടാണ് ഞാൻ ഇതിൽ നമ്മുടെ മണി പ്ലാന്റിനെ കുറച്ച് നമ്മൾ ചട്ടിയിൽ വളർത്തുമ്പോൾ നല്ല നേരിയ വള്ളിയായിട്ട് കിട്ടും, മണ്ണിൽ വളർത്തുമ്പോൾ അതേപോലെ വലിയ ഇലയൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ചട്ടിയിൽ വളർത്തിയെന്ന് കട്ടിങ്സ് എടുത്തിട്ടാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആ ഹോളിൽ കൂടെ ഒക്കെ കുത്തി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണേ. എന്നിട്ട് ലൈക്കും ഹൈപ്പും അതുപോലെ സബ്സ്ക്രൈബൊക്കെ തരണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു.